കാലുവേദന, കഴപ്പ്, നിറവ്യത്യാസം, രക്തക്കുഴൽ പൊട്ടുന്നതിനാൽ ഉണ്ടാകുന്ന രക്തസ്രാവം, വ്രണങ്ങൾ തുടങ്ങി വെരിക്കോസ് വെയിൻ മൂലമുള്ള അസ്വസ്ഥതകൾ പലതാണ്. കാലിലെ ഞരമ്പുകൾ തടിക്കുക, സ്പൈഡർ വെയിൻ അഥവാ നീല നിറത്തിൽ ചിലന്തി വല പോലെ ഞരമ്പ് തെളിഞ്ഞു വരിക, അതിൽ ചൊറിച്ചിൽ തുടങ്ങി അൾസറും വേദനയും രക്തസ്രാവം പോലുള്ള കോംപ്ലിക്കേഷനുകൾ മൂലം കഷ്ടപ്പെടുന്ന വെരിക്കോസ് വെയിൻ രോഗികൾ ഒത്തിരി പേരുണ്ട്. എന്താണ് ഞരമ്പുകൾ വീർത്തു വരാൻ കാരണം? ഓപ്പറേഷനിലൂടെ ഞരമ്പുകളെ എടുത്തു മാറ്റുകയോ ലേസറോ മരുന്നുകളോ ഉപയോഗിച്ച് വീർത്ത രക്തക്കുഴലിനെ ചുരുക്കുകയോ ചെയ്താൽ രക്തയോട്ടത്തിന് തടസ്സം വരില്ലേ? പലതരം ഓപ്പറേഷനുകളും ചികിത്സകളും ചെയ്താലും വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? വെരിക്കോസ് വെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ അതില് എങ്ങനെയാണ് ഈ രക്തവും രക്തക്കുഴലും ഹാർട്ടും ഒക്കെ കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു ബേസ് ഐഡിയ കിട്ടിയാലേ ആണ് അത് മനസ്സിലാക്കാൻ പറ്റുക. ബേസിക്കലി നമ്മൾ ഹാർട്ടിൽ നിന്ന് നമ്മൾ രക്തം പമ്പ് ചെയ്യുന്നു, അത് ആർട്ടറികളിൽ കൂടെ, അതായത് ശുദ്ധരക്തം പോകുന്ന ഒരു രക്തക്കുഴലുകളിൽ കൂടെ നമ്മളുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും ന്യൂട്രീഷനും എത്തിക്കുന്നു. അവിടുന്ന് തിരിച്ചിപ്പം ഹാർട്ടുണ്ട്, എയോർട്ടയുണ്ട്, പിന്നെ ആർട്ടറീസ് ഉണ്ട്, പിന്നെ ആർട്ടറിയോൾസ് എന്ന് പറയും. ഏറ്റവും ചെറിയ ആർട്ടറികൾക്ക് ആർട്ടറിയോൾസ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പിന്നെ തിരിച്ചു കയറി വരികയാണ് വെന്യൂൾസിലേക്ക്. വെന്യൂളിൽ നിന്ന് പിന്നെ വെയിനിലേക്ക് വരും, കുറച്ചും കൂടെ വലുതിലേക്ക് അങ്ങനെ എപ്പോഴും സൈസ് കൂടി വരും. അവസാനം അത് മെയിൻ വിനക്കേവയിലേക്ക് വരും. അയോർട്ടയ്ക്ക് പകരം, അതായത് ഏറ്റവും വലിയ രക്തക്കുഴലിനാണല്ലോ അയോർട്ട എന്ന് പറയുന്നത്, അതുപോലെ അതിന് പകരം മറ്റേ വെയിൻ്റെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ് വിനക്കേവ. അതിൽ നിന്ന് അത് റൈറ്റ് ഏട്രിയത്തിലേക്ക്, അതായത് മുകളിലത്തെ അറയിലേക്ക്, വലതുവശത്തുള്ള ഹാർട്ടിൻ്റെ മുകളിലത്തെ അറയിലേക്കാണ് ഈ ബ്ലഡ് വരുന്നത്. അവിടെ നിന്ന് അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അവിടെ നിന്ന് അത് ലങ്സിലേക്ക് പമ്പ് ചെയ്ത് അവിടെ പോയി ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അവിടെ നിന്നാണ് അയോർട്ടയിലേക്ക് പമ്പ് ചെയ്ത് നമ്മുടെ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ തിരിച്ച് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ, അതിൽ എപ്പോഴും അശുദ്ധ രക്തമാണല്ലോ. അതുകൊണ്ടാണ് അതിനെ എപ്പോഴും നമ്മൾ പടത്തിലാണെങ്കിലും നമ്മളിങ്ങനെ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് നീല നിറത്തിലായിരിക്കും അത് കാണുന്നത്. അതായത് അശുദ്ധ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കുറഞ്ഞ് പിന്നെ എല്ലായിടത്തു നിന്നും വേസ്റ്റും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ബ്ലഡാണത്. അപ്പം ഈ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്ന അതിന് ചിലപ്പം പിങ്ക്, അതിനകത്ത് സ്പൈഡർ വെയിൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആർട്ടറിയോൾസിനും ഡാമേജ് വരുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് അത് പിങ്ക് കളറിൽ തന്നെ ഒരു ചുവന്ന നിറത്തിൽ കാണും. വെന്യൂളിലേക്ക് വരുമ്പോഴേക്കും അത് നീല നിറത്തിലേക്ക് വരും. അപ്പം ഈ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് ഈ സ്പൈഡർ വെയിൻസ്, ചിലന്തി വല പോലെ നേരിയതായിട്ടുള്ള, അത് വെന്യൂൾസിന് വരുന്നതാണ്. പിന്നെ അതിലും കൂടുതലിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി വലുതായി വരും, അതാണ്. പിന്നെ അതിൽ മടങ്ങി വരും, രക്തക്കൊള്ളികൾ വീർത്തു വരും. അതുപോലെ മടങ്ങി ചിലർക്ക് കൂടുതലേക്ക് വരുമ്പോഴേക്കും മടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ശരിക്കും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കൊള്ളികൾ വീർത്തു വരും. അതിൻ്റെ ഒരു മസിലും കൊളാജനും വെച്ചിട്ടുള്ളൊരു വാളാണ് രക്തക്കൊള്ളികൾക്കുള്ളത്. അതിൽ ഈ ആർട്ടറിക്ക് കൂടുതലും മസിലുണ്ടാകും, വെയിനിന് കുറച്ച് മസിലേ ഉണ്ടാവുള്ളൂ. കൂടുതലും കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ് അതിനുള്ളത്. അതിൽ വരുന്ന ഡാമേജാണ് ഇതിന് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഓരോ രക്തം മുകളിലേക്കാണല്ലോ ഒഴുകേണ്ടത്. ആർട്ടറി കൂടെ ആണെങ്കിൽ രക്തം ജനറലി താഴേക്ക്, കാലയിലേക്കുള്ളതാണെങ്കിൽ താഴേക്കാണ് ഒഴുകുന്നത്. എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യണം. അപ്പം ഈ രക്തക്കുഴലുകളിൽ ഈ രക്തം ഇങ്ങനെ അതങ്ങ് വികസിച്ച് അതിൻ്റെ അതിൻ്റെ ഭിത്തികൾക്ക് ഡാമേജ് വന്നത് വികസിച്ച് പോകുമ്പോൾ അതിനൊപ്പം തന്നെ ഈ മുകളിലേക്ക് രക്തം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകാതിരിക്കാൻ കുറച്ച് വാൽവുകളുണ്ട്. അതായത് നമ്മൾ താഴേക്ക് തിരിച്ചൊഴുകാതിരിക്കാൻ ഈ വാൽവുകൾക്കും കേടാവും. അതൊന്നും വികസിച്ച് പോകും. അപ്പോൾ അതിനോട് ലീക്ക് വരും. അപ്പോൾ അത്
മുകളിലോട്ട് കയറുന്നത് പിന്നെ അത് താഴേക്ക് പോകും. അതുകൊണ്ട് വീണ്ടും അവിടെ രക്തം കെട്ടി നിന്ന് ഇത് വീർത്ത് വീർത്ത് വരുമ്പോൾ അതിനൊരു ബ്ലോക്ക്, അതിനൊരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ രക്തക്കുഴൽ ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നത്. അപ്പം ഇന്നവേ അത് ഈ മടക്കം എന്നുള്ളത് ഒരു അതിനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കവും ഇതൊക്കെ വന്നു കഴിഞ്ഞ് കാലിന് കഴപ്പായിരിക്കും പലർക്കും തോന്നുന്നത്. കാരണം രക്തം ഒന്നും ഫ്ലോ കറക്റ്റ് ആകുന്നില്ലല്ലോ. കഴപ്പ് വരും, ഒരു പുകച്ചിൽ പോലെ വരും, പിന്നെ സ്കിന്നിന് കളർ വ്യത്യാസം വരും, നീലച്ചു വന്ന് പിന്നെ അത് കറുത്ത് വരും, പിന്നെ അവിടെ ചൊറിച്ചിൽ പോലെ വന്ന് ഡെർമറ്റൈറ്റിസ്, ഒരു എക്സീമ പോലെയൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ചിലർക്ക് സ്കിൻ അങ്ങ് ചുരുങ്ങി വരുന്നത് പോലെ, അതായത് സ്കാറിങ് പോലെ വരും. അപ്പോൾ അവിടെ നിന്നും രക്തമൊക്കെ കിട്ടാതെ സ്കിന്നിന് ഡാമേജ് വരും, സ്കിന്നിനും വരും, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനും വരും. അങ്ങനെയുള്ള ഡാമേജ് ആണ് പിന്നെ വരുന്നത്. പിന്നെ കാലിന് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കാലെപ്പോഴും ഒരു അൺകംഫർട്ടബിൾ ആകും, എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു പ്രവണത വരും. അതൊക്കെ ഒരു ആ രക്തയോട്ടം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും അവിടെ അതിനുവേണ്ടി നമ്മളൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ ചിലർക്ക് ഈ ബ്ലാക്ക് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ള നിറത്തിലേക്ക് പോകുന്നതാണ്. അതെല്ലാം ഡാമേജ് വരുന്നതിൻ്റെ, നമുക്കൊരു കറുപ്പ് വരുന്നതും നോർമലിന്ന് വ്യത്യാസം വരുന്നതെല്ലാം ഈ രക്തക്കുഴൽ ഈ സെല്ലുകൾക്ക്, അതായത് ബേസിക്കലി ഇതെല്ലാം സെൽസ് ആണല്ലോ, കോശങ്ങളാണല്ലോ, കോശങ്ങൾക്ക് വരുന്ന ഡാമേജ് കൊണ്ട് വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, വെരിക്കോസ് വെയിൻസിൻ്റെ കോംപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഈ സ്കിന്നിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് കൂടി നമ്മൾ ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അൾസറായിട്ട് മാറാം. പിന്നെ ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ രക്തക്കുഴൽ കട്ടി കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അതങ്ങ് പൊട്ടി ഒഴുകുന്ന പോലെ വരാം. നല്ല ചിലരൊക്കെ ഉണ്ട് അങ്ങനെയും വരുന്നവർ. പെട്ടെന്ന് ബ്ലഡ് ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് പെട്ടെന്ന് വരുന്നത്, അത് വളരെ റെയറാണ്. യൂഷ്വലി അതിൻ്റെ കൂടെ അൾസറും കൂടെ വരും. അത് അൾസർ വന്ന് ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞൊക്കെ വന്നു കഴിയുമ്പം പൊട്ടി, ഇപ്പം ബ്ലഡ് വെസലല്ലേ, അപ്പം വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനും ബ്ലഡ് ഒഴുകാൻ തുടങ്ങും. പിന്നെ അതിനകത്തോട്ട് ഇൻഫെക്ഷൻസ് കയറി വരാം. പിന്നെ ഒരു ഏറ്റവും ഇങ്ങനെ ബ്ലഡ് കെട്ടി നിൽക്കുകയാണല്ലോ, ബ്ലഡ് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒഴുകാതെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പം ശരിക്കും അതിനകത്ത് രക്തം കട്ട പിടിക്കാനും, അല്ലെങ്കിൽ ഈ ചൊറിച്ചിലും ഇത് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ത്രോംബോഫ്ലെബൈറ്റിസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്ലെബോത്രോംബോസിസ് ഉണ്ടാകും. രണ്ട് ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ബ്ലഡ് കട്ട പിടിക്കുന്നതിനാണ് ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയുന്നത്. ഫ്ലെബോത്രോംബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്തക്കട്ടകൾ, അതിനകത്ത് ഇൻഫെക്ഷൻ ഒന്നുമില്ല, പക്ഷെ രക്തക്കട്ട ഉണ്ടാകും. അപ്പോൾ ഇത് ഇങ്ങനെ രക്തക്കട്ട ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് എന്തെങ്കിലും കാരണവശാൽ മുകളിലേക്ക് കയറിപ്പോയാൽ നേരെ വലതുവശത്തെ അറയിൽ ചെന്നിട്ട് അത് ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പം ലങ്സിൽ പൾമണറി എംബോളിസം വരും. അതാണ് ഈ വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസിന് ഈ ഓപ്പറേഷനൊക്കെ കഴിയുമ്പം പലപ്പോഴും അനങ്ങാതെ കിടക്കുകയല്ലേ, അതായത് ആക്ടിവിറ്റി കുറഞ്ഞ് എന്തെങ്കിലും ഒരു റെസ്റ്റൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡ് കട്ടയാകാനുള്ളതും ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടായി പൾമണറി എംബോളിസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ വലത് സൈഡിൽ നിന്ന് വരുന്ന, അതായത് വെയിനിൽ നിന്ന് വരുന്ന, വെയിനിലെപ്പോഴും ബ്ലഡ് കട്ട പിടിച്ചാൽ ലങ്സിലായിരിക്കും എംബോളിസം വരുന്നത്. അതേസമയത്ത് ആർട്ടറിക്കകത്തോ ഹാർട്ടിലോ ഒക്കെ രക്തം കട്ട പിടിക്കുകയാണെങ്കിൽ സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ പോലെയുള്ള ഇതാണ് വരുന്നത്. അതേസമയത്ത് വെയിനിൽ ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നേരെ ലങ്സിൽ പോയി പൾമണറി എംബോളിസം വരും. പൾമണറി എംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളൊരു പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെയായിരിക്കും അതും വരുന്നത്. പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരും, നെഞ്ചുവേദന വരും, ബോധം കെട്ട് വീഴും. അത് കൂടുതലായിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ നെഞ്ചുവേദന വന്ന് ഏതെങ്കിലും ഒരു ലങ്സിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. അതിപ്പോൾ ഹാർട്ടിൻ്റെ ഇത് വരുമ്പം ഏതെങ്കിലും ഒരു ഭാഗം, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ഭാഗം മാത്രമായിരിക്കും. വലിയത് വന്നൊക്കെ ഫുള്ള് ഒരു ലങ്സ് അടഞ്ഞാലും നമുക്ക് മരിച്ചൊന്നും പോകത്തില്ല. പക്ഷെ 2 ലങ്സിലേക്കും ഇത് പോയി പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പെട്ടെന്ന് സഡൻ ഇത് വന്ന് മരിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളെപ്പോഴും പറയണം, ഓപ്പറേഷന് മുമ്പ് നമുക്ക് വെരിക്കോസ് വെയിൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്പറേഷനോ വരുമ്പോൾ അവർ ചിലപ്പം അറിയുന്നുണ്ടാവില്ല. അപ്പം വെരിക്കോസ് വെയിൻ പേഷ്യൻസ് ഉള്ളവരെല്ലാം പ്രത്യേകിച്ച് പറയണം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പ്രത്യേക ഇഞ്ചക്ഷനുകൾ
ഈ ഓപ്പറേഷൻ സമയത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ബ്ലീഡിങ് കൂടും. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഊണ്ട് ഏകദേശം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്ലീഡിങ് ഒക്കെ കൺട്രോൾഡ് ആണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനായിട്ടാണ് യൂഷ്വലി അത് കൊടുക്കാറുള്ളത്. ഇഞ്ചക്ഷനും കൂടെ എടുക്കാറുണ്ട്. പിന്നെ അതിനൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഈ ഊണ്ടിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അത് എല്ലാത്തിനും അതിൻ്റെ പ്ലസും മൈനസും ഉണ്ട്. പക്ഷേ ഈ പൾമണറി എംബോളിസം വലിയ സീരിയസ് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് യൂഷ്വലി എടുക്കേണ്ടി വരും. അത് വെരിക്കോസ് വെയിൻസ് ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ച് എന്തിനേലും ഓപ്പറേഷൻ വിധേയരാകുകയാണെങ്കിൽ ഈ കാര്യം പ്രത്യേകിച്ച് പറയുകയും ചെയ്യണം. പിന്നെ ഇതിൻ്റെ പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഓരോ ലെവൽ അനുസരിച്ച് അതിനെ തിരിക്കാറുണ്ട്. C0 to C6 6 വരെ ഉണ്ട്. അതിലെന്താണെന്ന് ചോദിച്ചാൽ, ചെറുതായിട്ട് സ്പൈഡർ വെയിൻസ് മാത്രമേ ഉള്ളൂ, അതോ കുറച്ചും കൂടെ വെയിൻസ് ഉണ്ടോ, പിന്നെ സ്കിന്നിന് പ്രോബ്ലംസ് വന്നിട്ടുണ്ടോ, പിന്നെ 2 കാലിലും ഉണ്ടോ, അതോ 1 കാലിൽ മാത്രമേ ഉള്ളൂ, പിന്നെ റെക്കറൻ്റ് അൾസർ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല ഗ്രേഡിങ് മുതൽ അപ് ടു 6 ലെവൽ വരെ അതിൽ തന്നെ ABC ഒക്കെ ഉണ്ട്. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് ഡോക്ടേഴ്സ് ഒരു ഗ്രേഡിങ് സിസ്റ്റം വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡയഗ്നോസിസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്നത് മാത്രമല്ല, ഉള്ളിലെ രക്തക്കൊള്ളികൾക്കും വരാം. ഈ പുറമേ കാണുമ്പോഴാണ് നമ്മൾ സ്പൈഡർ വെയിനായിട്ടും ഇങ്ങനെ മടങ്ങിക്കിടക്കുന്നതും ഒക്കെ കാണുന്നത്. ഉള്ളിൽ വരുമ്പം മസിലുകൾക്കിടയിൽ കൂടെയാണല്ലോ. ഇപ്പോൾ കാലിലാണല്ലോ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ കാലിൽ രക്തക്കൊള്ളികൾ നമ്മൾ പുറമേ സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള സ്കിന്നിനിടയിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവിടെ പ്രത്യേകിച്ച് ഇതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വലിയ മസിലൊന്നും ഇല്ലല്ലോ, ബലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മടങ്ങ് ഇതൊക്കെ കളർ സ്പൈഡർ വെയിനായിട്ടൊക്കെ കാണുന്നത്. മേജർ രക്തക്കൊള്ളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസിലിനുള്ളിലാണ് വരുന്നത്. അപ്പം അതിൽ വരുമ്പം അതിലാണെങ്കിൽ ഈ വാൽവുകൾക്കുള്ള ഡാമേജാണ് മെയിൻലി വരുന്നത്. അപ്പോൾ അത് വന്നാലും കാലിലിങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേദനയൊക്കെ വരുമ്പോഴായിരിക്കും, കാല് കഴപ്പ് മാറാതെ നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളിത് സംശയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, ശരിക്കും ഒരു ഡോപ്ലർ സ്റ്റഡിയാണ്, കാലിൽ ഡോപ്ലർ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപ്പം അതൊരു അൾട്രാസൗണ്ട് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ നോക്കുവാണ്. പിന്നെ അതുപോലെ ഈ വാൽവിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ വരുന്നുണ്ടോയെന്നും അങ്ങനത്തെയൊക്കെ നോക്കാനുള്ള ഇതുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ എന്തോരം വാൽവിന് ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൂപ്പർഫിഷ്യൽ, അതായത് പുറമേ കൂടെയുള്ള രക്തക്കൊള്ളികളും ഈ വെയിനുകളും അതുപോലെ ഉള്ളിലെ രക്തക്കൊള്ളികളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പെർഫറേറ്റേഴ്സ് എന്ന് പറയും, അതിന് വന്നിട്ടുണ്ടോ, അതിൻ്റെ വാൽവിന് വന്നിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ വാൽവിന് വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് വരും. ഉള്ളിലെ രക്തക്കുഴൽ അതിൻ്റെ ഈ വാൽവിനും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ രക്തക്കുഴലിന് മാത്രമാണോ അതോ ഈ രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പെർഫറേറ്റേഴ്സിന് ഡാമേജ് മിക്കവാറും അതും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുക. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട, വെരിക്കോസ് വെയിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പൈൽസ് വരുമല്ലോ, പൈൽസ് നമ്മുടെ താഴെയാണല്ലോ വരുന്നത്, അതായത് നമ്മുടെ താഴേക്കുള്ള ഭാഗത്താണല്ലോ പൈൽസ്. പിന്നെ അതുപോലെ സ്ക്രോട്ടം, ആണുങ്ങളിൽ വെരിക്കോസീൽ എന്ന് പറയും. ഈ ടെസ്റ്റിസിനോട് ചേർന്നുള്ള രക്തക്കൊള്ളികൾക്കും ഇതേ പ്രോബ്ലം വന്ന് അതിങ്ങനെ മടങ്ങി ഒരുതരം ഇങ്ങനെ ഒരു സഞ്ചി പോലെ വരും. ഇങ്ങനെ അതിനകത്ത് ഇതൊരു വിര പോലെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് തോന്നുന്നത്. അങ്ങനെയുള്ളവർക്കും അതുപോലെ അത് വീർത്ത് വരികയും ഒരു സാഗി ആയിട്ടും വേദനയും ഒക്കെ നമുക്ക് തോന്നാം. ഒത്തിരി കൂടിക്കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഉള്ളെങ്കിൽ വേദനയൊന്നും ഉണ്ടാവില്ല, സിംറ്റംസ് ഉണ്ടാവില്ല. യൂഷ്വലി അതൊരു പെയിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മിക്കവാറും പേരിൽ അത് കാണുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റിയുടെ വർക്കപ്പ്, എന്താ ബന്ധിതയുടെ ഭാഗമായിട്ടല്ലേ സെമൻ കൗണ്ട് നോക്കുമ്പോൾ കുറഞ്ഞ് ബീജത്തിൻ്റെ എണ്ണം കുറയുക അല്ലെ ബീജത്തിൻ്റെ അനക്കം കുറയുക എന്നൊക്കെ കാണുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ പഴയ കാലത്തൊക്കെ അതിന് വേണ്ടിയിട്ട് സർജറി ചെയ്യുമായിരുന്നു, വെരിക്കോസ് സർജറി. വെരിക്കോസ് സർജറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ രക്തക്കുഴലിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. ഇപ്പം കാലിലെ ആണെങ്കിൽ നമ്മൾ രക്തക്കുഴലുകളെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്, അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വെരിക്കോസ് പോകും. പക്ഷേ സർക്കുലേഷന് പ്രോബ്ലം വരും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ അസുഖം മാറിയെന്ന് കണ്ടു കഴിഞ്ഞാലും അവിടെ രക്തയോട്ടം കുറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ഓപ്പറേഷൻസും എല്ലാം കഴിഞ്ഞപ്പോൾ പല സ്റ്റഡീസും കാണിക്കുന്നത് ഈ വെരിക്കോസീലിന് വേണ്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന് ഓപ്പറേഷൻ ചെയ്താലും അതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
പിന്നെ ഈ പൈൽസ് അല്ലെങ്കിൽ അർഷസ്, അതിൽ ഈ വെരിക്കോസ് പ്രോബ്ലം ഉള്ളവർക്ക് പലപ്പോഴും നമ്മൾ അതിനെ എടുത്തു കളയുകയാണ്. ആ വെരിക്കോസ് ഇതായിട്ടുള്ള രക്തക്കൊഴലുകളെയും അതിനോട് ചുറ്റുമുള്ളത് എടുത്തു കളയുക, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രയോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്ത് കളയാനാണ് നോക്കുന്നത്. പക്ഷെ അപ്പോൾ അതിൻ്റെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. പക്ഷെ അവിടെ പ്രോബ്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വെറുതെ ഈ രക്തക്കൊഴലുകളുടെ വാൽവും രക്തക്കൊഴലിനും എല്ലാം ഡാമേജ് വരുന്നത്? അപ്പം പണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ധാരണയില്ലായിരുന്നു. അതായത് നമ്മൾ അതിൻ്റെ ബേസിക് കാര്യം. അപ്പം അത് ശരിക്കും ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ വാതരോഗങ്ങൾ. ഇതിനും പഴയ കാലത്ത് എനിക്കൊന്ന് ആയുർവേദ ഫിസിഷ്യൻസ് ഒക്കെ പറയുന്നത് രക്തവാദം എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വാതരോഗങ്ങളിൽ പെടുന്നതാണിത്. അതിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനകത്ത് സംഭവിക്കുന്ന എന്താ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ രക്തക്കൊഴലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൽ നമ്മളുടെ രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നു. അതിന് കാലിലെ രക്തക്കൊഴലുകളാണെങ്കിൽ അത് വെരിക്കോസ് വെയിനായിട്ട് വരും, സ്ക്രോട്ടത്തിലേതാണെങ്കിൽ വെരിക്കോസീലായിട്ട് വരും, ഏനസും റക്ടം ആ ഭാഗത്തതാണെങ്കിൽ പൈൽസായിട്ട് വരും. അതും ഇങ്ങനെ രക്തം അങ്ങനെ പലപ്പോഴും ബ്ലീഡിങ് വരുവാണല്ലോ. ഇപ്പോൾ കാലിൽ അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കാലിലൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിന്നിന് കുറച്ചുകൊണ്ട് കട്ടിയുണ്ടല്ലോ. അപ്പോൾ ആ കട്ടി കാരണം അതിന് അങ്ങനെ രക്തം അങ്ങ് പെട്ടെന്ന് ബ്ലീഡിങ് വരികയില്ല. അതേസമയത്ത് ഈ ഉള്ളിലെ ഇതിൽ വരുന്നതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പൈൽസിലെ കാര്യത്തിൽ ഈ രക്തം പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ തിന്നായിട്ടാണല്ലോ, മ്യൂക്കസ് മെമ്പറൈനല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഉള്ളിൽ വരുന്ന പൈൽസിനാണ് സാധാരണ വേദന ബ്ലീഡിങ് വരുന്നത്. പുറമേ ഉണ്ട് സ്കിന്നിൻ്റെ, അതായത് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയും. അതിനകത്താണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിട്ടും ഇതായിട്ടൊക്കെ വേദനയായിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അവിടെ മോർ സെൻസിറ്റീവ് ഏരിയ ആണല്ലോ, സ്കിന്നുമായിട്ട് ചേർന്ന് കൂടുതൽ നെർവ്സും സെൻസേഷനും കൂടുതലാണ്. അപ്പോൾ എക്സ്റ്റേണൽ പൈൽസിന് വേദന കൂടുതലായിരിക്കും. ഇന്റേണൽ പൈൽസിൽ വേദന ഉണ്ടാകണമെന്നില്ല, ബ്ലീഡിങ് ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഇത് വരുന്നത്. പിന്നെ വെരിക്കോസീൽ സാധാരണ, അതായത് പുരുഷന്മാരിലെ സ്ക്രോട്ടത്തിൽ അല്ലെങ്കിൽ വൃഷത്തോടനുബന്ധിച്ചായിട്ട് വരുന്നതിൽ അങ്ങനെ ബ്ലീഡിംഗ് ഒന്നും വരാറില്ല. അവിടെ യൂഷ്വലി ഒത്തിരി കൂടുതലുള്ളവർക്ക് കൂടുതൽ നേരമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പം അവിടെ ഒരു വേദന, കഴപ്പ്, അങ്ങനത്തെ ഒരു അസ്വസ്ഥതകൾ തോന്നുന്നു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മൾ എങ്ങനെയുള്ളവരിലാണ് ഇത് കൂടുതൽ വരാനായിട്ട്? ഒന്ന്, നമുക്ക് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലമാണ്. അത് നമ്മളുടെ ചില ന്യൂട്രീഷൻ്റെ എന്തെങ്കിലും കുറവ്, അല്ലെങ്കിൽ ചില വൈറ്റമിൻസിൻ്റെ കുറവ്, ചില മിനറൽസിൻ്റെ കുറവ്, ചിലതരം പ്രോട്ടീനുകൾ, ഇതൊക്കെ അതായത് നമ്മൾ ചിരിക്കുന്ന ഭക്ഷണമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഇതനുസരിച്ച് വന്ന് ഈ വെരിക്കോസ് വെയിൻ വരുന്നതും നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധമുണ്ടെന്ന്. മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വേരിയേഷന് ചില ഭക്ഷണത്തിൽ ചില പ്രോട്ടീനുകൾ നമുക്ക് പിടിക്കാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ രക്തക്കൊഴലുകളെ ഡാമേജ് വരുത്തുന്നു എന്നുള്ളതാണ്. യൂഷ്വലി ഇത് മിക്കവാറും തുടങ്ങുന്നത് എല്ലാവർക്കും ഓവർ വെയിറ്റ് ഉള്ളവരാവണമെന്നില്ല. യൂഷ്വലി ഓവർ വെയിറ്റ് ഉള്ളവർക്കാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൂടുകയും ചെയ്യും. ഇപ്പോൾ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുടെ ഈ വയറിനുള്ളിലെ പ്രഷർ കൂടി, അബ്ഡോമിനൽ ഒബീസിറ്റി വന്ന് വയറിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞ് അതിലൂടെ രക്തത്തിന് മുകളിലോട്ട് കയറി പോകാൻ പറ്റാതെ, അതുകൊണ്ട് തന്നെ കാലിലെ രക്തക്കൊഴലുകളിൽ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ലേഡീസിനാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, യൂഷ്വലി ഇത് പ്രഗ്നൻസിയോടനുബന്ധിച്ചായിരിക്കും വരുന്നത്. പ്രഗ്നൻസിയിൽ നമ്മൾ വയറ് കൂടുമല്ലോ, അപ്പം അത് നമ്മുടെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂട്ടും. ഇപ്പം എത്ര ഓവർ വെയിറ്റ് ആയില്ലെങ്കിൽ പോലും പലപ്പോഴും ലേഡീസ് പലരും ഓവർ വെയിറ്റും കൂടെ വരും. പ്രഗ്നൻറ്റ് സമയത്ത് ഓവർ വെയിറ്റ് ഗെയിൻ വരും. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും ഫീഡിങ് ടൈമിലും വീണ്ടും വെയിറ്റ് വെച്ച് ഓവർ വെയിറ്റും കൂടെ വരുമ്പോഴേക്കാണ് ഇത് കൂടാനുള്ള സാധ്യത വരുന്നത്. നെക്സ്റ്റ്, വേറൊരു കാര്യം, ഈ പ്രഗ്നൻസിയിൽ കൂടാനുള്ള പലപ്പോഴും പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും പ്രഗ്നൻസിയിലെ ഫുഡും കറക്റ്റ് ആയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഓവർ വെയിറ്റ് ഗെയിൻ വരുന്നവർക്ക് പലപ്പോഴും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. വണ്ണം വെക്കുന്നുണ്ടാവും, പക്ഷെ അത് ഈ കാലറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ജങ്ക് ഫുഡും ഉള്ള ചോറും, അല്ലെങ്കിൽ ചോറിലൊക്കെ ശരിക്കും പറഞ്ഞ കാലറി മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രഗ്നന്റ് ലേഡീസിനൊക്കെ കൂടുതൽ വേണ്ടത് ഇലക്കറികൾ, ഫ്രൂട്ട്സ്,
ഫിഷ്, മീറ്റ് പോലെയുള്ള സാധനങ്ങൾ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ, അല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതൽ പയറുവർഗ്ഗങ്ങൾ, പാല്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കഴിക്കേണ്ടത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സ്വീറ്റ്സും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതും അങ്ങനത്തെ ജങ്ക് ഫുഡുകളും ബിസ്ക്കറ്റും ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം പല ന്യൂട്രീഷൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടാകും. ലേഡീസിൽ ഈ സമയത്ത് വെരിക്കോസ് വെയിൻസ് കൂടാനുള്ള സാധ്യത വരുത്തുന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ എപ്പോഴും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഓവർ വെയിറ്റ് ഉള്ളവരാണ് വെയിറ്റ് കുറയ്ക്കാൻ പറയും. പിന്നെ കഴിയാവുന്നത് നിൽക്കുന്നത് കുറയ്ക്കാൻ പറയും. എപ്പോൾ ചാൻസ് കിട്ടിയാലും ചെയ്യേണ്ടത് നമ്മൾ കാല് കുറച്ചൊന്ന് പൊക്കി വയ്ക്കുക. കാലിന് വേദന വരാൻ തുടങ്ങുന്നതെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കി വയ്ക്കുക. അപ്പം വെരിക്കോസ് വെയിൻ കൂടുതലുള്ള ലേഡീസിനൊക്കെ ആണല്ലോ. അപ്പോൾ അവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നത് ഇരുന്നുകൊണ്ട് കാര്യം, കിച്ചണിലൊക്കെ എപ്പോഴും നിന്നുകൊണ്ട് ചെയ്യാതെ അരിയുക, കുറേ കാര്യങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, അത് ചെയ്യാം. പിന്നെ എപ്പോഴേലും ചാൻസ് കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും കാലൊന്ന് പൊക്കി വയ്ക്കുക. അതായത് കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കാണാം ബ്ലഡെല്ലാം ഒഴുകുന്നത്. കാരണം ബ്ലഡിന് ഒഴുകാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അതോടെ കെട്ടി നിൽക്കുക. അപ്പോൾ ഒന്ന് ഒഴുകി ഹാർട്ടിലേക്ക് പോയി പുതിയതായിട്ട് ഓക്സിജനേറ്റ് ചെയ്ത് കിഡ്നി കൂടെയും എല്ലായിടത്തൂടെയൊക്കെ പോയി വേസ്റ്റൊക്കെ കളഞ്ഞ് തിരിച്ചും ബ്ലഡ് കൊണ്ടുവരണമല്ലോ. കാലൊന്ന് പൊക്കി വയ്ക്കുക. പിന്നെയുള്ളത് കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത്. ഇപ്പം നടക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ കൂടുതൽ നിൽക്കുകയോ നടക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് ഒരു സ്റ്റോക്കിങ്സ് പോലെയുള്ളതിട്ട്, പക്ഷെ അത് ആ സൂപ്പർഫിഷ്യൽ ഇഫക്റ്റ് കിട്ടുള്ളൂ. ഉള്ളിലെ ഇതിൽ വരുന്നതിന് കാര്യമായിട്ട് ബെനിഫിറ്റ് കിട്ടിയാൽ ഈ പുറമേ ഉള്ള രക്തക്കൊഴലുകൾക്ക് ഒരു സപ്പോർട്ട് പോലെയാവും. അതിപ്പം വീർത്ത് നിൽക്കാതെ ഒരു സപ്പോർട്ട്, അതായത് നമ്മുടെ അതിൻ്റെ മസിലൊക്കെ, അതിൻ്റെ രക്തക്കൊഴലിൻ്റെ ഭിത്തിക്കൊക്കെ ഡാമേജ് വന്നു. അപ്പം നമ്മളൊരു പുറമേ നിന്നൊരു സപ്പോർട്ട് കൊടുത്ത്, സ്കിന്നിനൊരു സപ്പോർട്ട് കൊടുത്ത് ഇനിയൊന്ന് സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ അതൊരു പലർക്കും അത് നല്ലൊരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെരിക്കോസ് വെയിൻസ് ഉള്ളവർ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക, പ്രത്യേകിച്ച് വയറ് കുറയ്ക്കാൻ നോക്കുക. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മരുന്നുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് മരുന്നുകളൊന്നും ഇതിന് വേണ്ടിയിട്ടില്ല. പിന്നെ ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചൊരു പ്ലാന്റ് ഓറിയൻറ്റഡ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ്. ഡയോസ്മിൻ, അതുപോലെ ഹെസ്പെറിഡിൻ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ സോയ ഓറിയൻറ്റഡും അല്ലെങ്കിൽ ഫ്ലാക്സ് ഓറിയൻറ്റഡ്, പിന്നെ അതുപോലെ ഈ നമ്മുടെ സിട്രസ് ഫ്രൂട്ടിൻ്റെ തൊണ്ടിൽ നിന്നെടുക്കുന്ന അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല. ചിലർക്കൊക്കെ ചെറിയ ബെനിഫിറ്റ് കിട്ടാറുണ്ട്. ഇത് വെരിക്കോസ് വെയിനാണെങ്കിലും കൊടുക്കും, അതുപോലെ തന്നെ പൈൽസിനും കൊടുത്ത് കാണാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യമായ ബെനിഫിറ്റ് കിട്ടുമെന്ന്, അതൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇരിക്കുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ബെനിഫിറ്റ് കിട്ടിയെന്നിരിക്കും. അതാണ് നമ്മളുടെ സ്റ്റഡീസിലൊന്നും അതൊരു ക്ലിയർലി പ്രൂവൺ ബെനിഫിറ്റ് ഒന്നും ആർക്കും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. ബേസിക്കലി മറ്റേ മെഡിസിൻ ഇല്ല, പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും അതിനൊന്നും ആൾക്കാർ പറ്റാതെ വരുമ്പോൾ സർജിക്കൽ ഓപ്ഷൻസ് ആണ് എടുക്കാറുള്ളത്. ഈ സർജറിയിൽ എന്താ, വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ടുള്ള സർജറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ശരിക്കും ആ പുറമേ നിന്നുള്ള രക്തക്കൊഴലുകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം അതിനെ എടുത്തു കളയുക എന്നുള്ളത്, അതിന് സ്ട്രിപ്പിംഗ് എന്ന് പറയും. അപ്പം ആ പുറമേ നിന്നുള്ള സഫീനസ് വെയിൻ എന്ന് പറയും, അതിനെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ അതിൽ പല രീതിയിൽ അത് ചെയ്യും. ക്രയോ സ്ട്രിപ്പിംഗ് ഓപ്പറേഷൻ എന്നാണ് ശരിക്കും പറയുന്നത്. അത് മുകളിലെ രക്തക്കൊഴലിന് നമ്മുടെ ഈ കാലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇടുപ്പ് എന്താ ഊടുകയെന്നൊക്കെ പറയല്ലേ, ജോയിൻറ്റിൻ്റെ അവിടെ മറ്റേ തൈസ് തുടങ്ങുന്നിടത്ത് അതിനെയൊക്കെ ഇത് ചെയ്തിട്ട് അവിടെ കെട്ടി അതിനെ ബാക്കിയുള്ള ഭാഗത്തിനെ എടുത്തു കളയും. അപ്പം എടുത്തു കളയുമ്പോൾ എന്താ, പിന്നെ അവിടെ വെരിക്കോസ് വെയിൻ കാണുകയില്ല. പക്ഷെ ഈ രക്തം എങ്ങനെ ഒഴുകും? നമുക്ക് രക്തം ഒഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ യൂട്രസിനായിട്ട് നമ്മൾ ഗർഭാശയത്തിലായിരുന്നപ്പോൾ തന്നെ നമ്മുടെ രക്തയോട്ടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന രക്തക്കൊഴലുകളാണ്. അപ്പം അതിനെ എടുത്തു കളയാണ് ഒരു സർജറി ചെയ്യുന്നത്. അതിന് പല രീതിയിലുള്ള പലതരം സർജറികൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്രയോസ്ട്രിപ്പ് അങ്ങനെ പലതുണ്ട്. പിന്നെയുള്ളത് ഇഞ്ചക്ഷൻ, കെമിക്കൽ ഇഞ്ചക്ഷൻസ്, സ്ക്ലീറോതെറാപ്പി എന്ന് പറയും. അതിലെന്താ ചെയ്യുന്നത്, ഈ ഇതിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്ത് ഒരു കെമിക്കൽ ഏജൻറ്റ് ഇഞ്ചെക്ട് ചെയ്ത് ഈ രക്തക്കൊഴലിനെ ചുരുക്കിക്കളയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു അഡേസീവ് ലേസർ എന്നും പറഞ്ഞ് നമ്മളൊരു ലേസർ നമ്മൾ ഈ രക്തക്കൊഴലിലേക്ക് അതിനകത്തേക്ക് കയറ്റി ലേസർ വെച്ചിട്ട് അതും ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റേഡിയോ ഫ്രീക്വൻസി, അതും കത്തീറ്റർ വെച്ചിട്ട് ഈ വെയിനിലേക്ക് കത്തീറ്റർ കയറ്റി അതിനെ ചുരുക്കാനുള്ള ഓപ്പറേഷൻ. പ്രത്യേകിച്ച് പല ലേസർ എനർജിയോ റേഡിയോ ഫ്രീക്വൻസി എനർജിയോ
അൾട്രാസൗണ്ട് വെച്ച് ചുരുക്കുന്നുണ്ട്, പല രീതിയിലുള്ള എനർജി, ഈവൻ ചൂട് ആവി വെച്ചിട്ട് സ്റ്റീം വെച്ചിട്ട് അതിനകത്തേക്ക് കയറ്റി രക്തക്കൊഴലുകളെ അങ്ങ് ഒട്ടിച്ച് കളയാനായിട്ട്. അതെല്ലാം ബേസിക്കലി ഒരു കോസ്മെറ്റിക് ബെനിഫിറ്റ് അതിന് കിട്ടുന്നുള്ളൂ. അതും പുറമേ നമ്മൾ കാണുന്ന രക്തക്കൊഴലുകൾക്ക് മാത്രമാണ്. പക്ഷെ നമ്മുടെ മേജർ പ്രോബ്ലം മിക്കവാറും അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവരുടെ എല്ലാം പ്രോബ്ലം ഉള്ളിലെ രക്തക്കൊഴലുകൾക്കും ഉണ്ടാവും. അപ്പം അതെല്ലാം കൂടെ നമുക്ക് അങ്ങനെ ഡാമേജ് ചെയ്യാനും പറ്റില്ല. കാരണം ഡാമേജ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് രക്തയോട്ടത്തിൻ്റെ പോസിബിലിറ്റി ഇല്ലാതാകാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പം കുറച്ച് ദിവസത്തേക്ക് വലിയ പ്രോബ്ലം കാണില്ല. അത് വീണ്ടും വരുമ്പം മിക്കവാറും കൂടുതൽ ബുദ്ധിമുട്ടുമായിരിക്കും. അത് കാലിനൊക്കെ ഒരുതരം ഈ രക്തോട്ടം ഇല്ലാതെ പല രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസും എല്ലാം വരാൻ തുടങ്ങും ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഒരു ക്യൂർ അല്ല, അതിന് നമ്മൾ കാഴ്ചയിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ നടത്തുന്നുള്ളൂ. ശരിക്കും തിയറിറ്റിക്കലി വേറൊന്നുമല്ല, ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് ഏത് രീതിയിലാണെങ്കിലും രക്തക്കുഴലുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഈ രക്തം ഒഴുകും, വേസ്റ്റ് പോവുകയും പോകാതെ പറ്റില്ലല്ലോ. അപ്പം ഈ ആർട്ടറിയുടെ അവിടെ നിന്ന് തിരിച്ച് രക്തം കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. പുതിയതുണ്ടായി വരും. ഇപ്പം പലപ്പോഴും ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ലോജിക്കലി ഇത് കറക്റ്റ് അല്ലല്ലോ. അപ്പം നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എങ്ങനെയാണ് ഈ ബ്ലഡ് ഒഴുകണ്ടേന്ന്. അപ്പം അവർ പറയാറുണ്ട് പുതിയ രക്തക്കൊഴൽ ഉണ്ടായി വന്നോളൂ എന്ന്. പക്ഷെ ഈ പുതിയ രക്തക്കൊഴൽ എന്തെങ്കിലും ശരിയാ നമ്മുടെ ബോഡിക്ക് ഒത്തിരിക്കുകയോ അമ്മ ഇങ്ങനെ വീണ്ടും ഉണ്ടാക്കാനൊക്കെയുള്ള കഴിവുകളുണ്ട്. പുതിയ രക്തക്കൊഴൽ ഉണ്ടായാലും നമ്മുടെ ഈ പ്രോബ്ലം അവിടെ നിൽക്കുകയാണല്ലോ. ഈ രക്തക്കൊഴലിനെ ഡാമേജ് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ നിലനിൽക്കുകയാണ്. ഈ ഓട്ടോഇമ്മ്യൂൺ പ്രോസസ്സ് അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഓട്ടോഇമ്മ്യൂൺ പ്രോസസ്സിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ മാറ്റിയാൽ മാത്രമേ ഇതിനെയും ഒരു പുതിയ രക്തക്കൊഴൽ ഉണ്ടായാൽ പോലും അത് നമ്മുടെ പ്രോബ്ലം എന്തുകൊണ്ട് അതിനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്തുകൊണ്ട് രക്തക്കൊഴലുകളെ നമ്മുടെ വെയിനെ ആക്രമിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ജനറലി ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഇൻഷുറൻസും ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ അത് ഫ്രീ ആണല്ലോ, ട്രീറ്റ്മെൻറ്റും ഫ്രീ ആണ്. അപ്പം രോഗികൾ പ്രത്യേകിച്ച് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറുണ്ടാവില്ല. പിന്നെ വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷൻ വലിയ എക്സ്പെൻസീവ് ഓപ്പറേഷൻ അല്ല തന്നെ. അപ്പം അതുകൊണ്ട് അധികം ചിന്തിക്കാതെ ഇതെല്ലാം ശരിയായിക്കോളൂ എന്ന് എഴുതി വേഗം ഓപ്പറേഷന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും സ്പെൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ ഇൻഷുറൻസിനാണെങ്കിലും പ്രീമിയം ഒക്കെ അടയ്ക്കുന്നുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അതൊരു നമുക്കെപ്പോഴും ഒരു ഹാപ്പിയാണ് അതിനകത്ത് നിന്ന് കിട്ടുന്നത്, ഫ്രീ ആയിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്നത്. പക്ഷെ എപ്പോഴും ചിന്തിക്കുക, ഇത് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ രക്തക്കൊഴലിനെ വീണ്ടും ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതല്ലാത്ത ഓപ്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ രക്തക്കൊഴലുകളെ നശിപ്പിക്കാതെ അതിനെങ്ങനെയാണ് റിപ്പയർ ചെയ്തെടുക്കേണ്ടതെന്നാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ചിന്തിക്കേണ്ടത്. നെക്സ്റ്റ്, ഈ വെരിക്കോസ് വെയിൻ്റെ കൂടെ മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിൽ അവർ എങ്ങനെയുള്ള രോഗങ്ങളായിരിക്കും മിക്കവാറും അങ്ങനെയുള്ളവർക്കൊക്കെ വരാനുള്ള കൂടുതൽ സാധ്യത? മിക്കവാറും പലപ്പോഴും ഈ വെരിക്കോസ് വെയിൻ്റെ കൂടെ പലർക്കും ഡയബറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉണ്ടാകാം, അതുപോലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലാകാം, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ, അതുപോലെ കാലിലെ രക്തക്കൊഴലുകളിലേക്ക് രക്തഓട്ടത്തിൻ്റെ കുറവുള്ളവർ, ഇപ്പോൾ പലപ്പോഴും അതുപോലെ ഈ കാലിന് പുകച്ചിലും ഒക്കെ വരുമ്പം രക്തക്കൊഴലുകൾക്ക് ഈ വെയിനിന് മാത്രമല്ല അവർക്ക് ആർട്ടറിക്കും പ്രോബ്ലം ഉണ്ടാകാം. അതുപോലെ നെർവ്സിനെയും ബാധിച്ചിട്ടുണ്ടാകും. കാരണം നെർവ്സിനും രക്തോട്ടം ഒന്നും ശരിയാകുന്നില്ല കാലിലെ നെർവ്സിന്. പിന്നെ പലർക്കും അതിൻ്റെ കൂടെ സ്കിൻ ഡിസീസ് ഉണ്ടാകും. ചിലപ്പം ഈ സ്കിന്നിൽ വരുന്ന സോറിയാസിസ്, എക്സീമ എന്നൊക്കെ പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പം അത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് ഈ വെരിക്കോസ് വെയിനും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. പിന്നെ മിക്കവാറും ഇത്തരം പേഷ്യൻസ് ഓവർ വെയിറ്റ് ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ലെങ്കിലും വയറുണ്ടാകും. അപ്പം ഈ ഇത്തരം രോഗങ്ങളുള്ളവർക്ക് ഇതെല്ലാം ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ കൂടാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇതിന് കാര്യമായിട്ടുള്ള മരുന്നില്ല. അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് രക്തക്കൊഴലിനെ എടുത്ത് കളയുകയാണ്, റിപ്പയർ ചെയ്യുകയല്ല. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസും ഒക്കെ കാണിക്കുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാൻ എന്താ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. പലപ്പോഴും ഇവർക്ക് കഴിക്കാൻ ചില ഭക്ഷണങ്ങൾ ഇവർക്ക് പറ്റാത്തതുണ്ടാകും, അതാണൊന്ന്. അപ്പം ഇത് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തുക എന്നുള്ളത്.
ഇപ്പം കാലിൽ ഇതൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ വലിയ അസ്വസ്ഥതയൊന്നും ഇല്ല. നമ്മളൊക്കെ ഇവിടെയാണെങ്കിൽ ഫുൾ ലെങ്ത് ഡ്രസ്സ് ഇടുന്നവരാണല്ലോ, ലേഡീസ് ആണേലും മെന്നാണേലും ഇപ്പം ഫുൾ പാൻറ്റൊക്കെയാണ്. അപ്പം ആരും കാണുകയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഇഗ്നോർ ചെയ്യും. പിന്നെ വേദനയൊക്കെ വലിയ അസ്വസ്ഥതയൊക്കെ വന്ന് കാല് പൊട്ടി അൾസറാകാനും വേദനയിലും ഒക്കെ വരുമ്പം മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിൽ നമുക്ക് ഈ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചില ഈ വെയിറ്റ് പൊക്കുകയൊക്കെ ചെയ്യുമല്ലോ, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ഒക്കെ പൊക്കുമ്പം ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. അതായത് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് വെയിറ്റും കൂടെ പൊക്കുമ്പോൾ നമ്മളുടെ വയറിനുള്ളിലെ പ്രഷർ കൂടി ഈ ഓൾറെഡി വീക്കായിട്ടിരിക്കുന്ന രക്തക്കുഴലും അതുപോലെ തന്നെ അതിൻ്റെ വാൽസും വീക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നത്, നമുക്ക് ഈ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെൽഫ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് വെയിറ്റ് കുറയ്ക്കുക, പിന്നെ ഒത്തിരി നേരം നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക, കാല് പൊക്കി വയ്ക്കുക, സ്റ്റോക്കിങ്സ് ഇടുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് കൂടാതെ നോക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാന്ന്. പിന്നെ ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് വെയിറ്റ് പൊക്കുക, അല്ലെങ്കിൽ ജിമ്മ് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ നമ്മൾ അതായത് ബ്രീത്തിങ് ടെക്നിക്സ് കറക്റ്റ് ചെയ്യണം. അതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്കൊരു പ്രാക്ടിക്കലി നമ്മൾ കാലറി കുറച്ച്, അതായത് അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓവർ വെയിറ്റ് ഉള്ളവരും ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ നമ്മൾ ചെയ്യാവുന്നത്, നമ്മൾ ജനറൽ ഗൈഡൻ ലൈൻസ് മാത്രമാണ് നമുക്ക് തരാൻ പറ്റുക ഇതിനകത്തൂടെ. അപ്പം അതിൽ നമ്മൾ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ അങ്ങനത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. മോഡറേറ്റ് ആയിട്ട് ഫ്രൂട്ട്സ്, നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ഫിഷോ മീറ്റോ പോലെയുള്ളത്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടി വരും, ടെസ്റ്റുകൾ നോക്കേണ്ടി വരും. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഫുഡ്, പ്രത്യേകിച്ച് കാലിൽ അൾസറും പൊട്ടലും ഒക്കെ വന്നിട്ടുള്ളവർക്കും സെൽഫ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസിനോ ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറ്റ് ഒന്നും നോക്കലും നടക്കുകയില്ല. കാരണം മരുന്ന് കഴിക്കുമ്പം തലകറക്കം വരുന്നതിൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണവും കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെന്തായിരിക്കും ബേസിക്കലി ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അത് ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടെസ്റ്റുകൾ നോക്കി പറ്റാത്ത ഫുഡ് ഏതാ, പറ്റുന്ന ഏതാന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഒരു 3 months നമ്മൾ കൺട്രോൾഡായിട്ട് ഫുഡ് നോക്കി അതിനകത്തുനിന്ന് നമ്മൾ ഒരു 3 months നമുക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഏത് കഴിക്കുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ടെസ്റ്റുകളിൽ കൂടെ ആ രീതിയിൽ നോക്കി കുറച്ചുകൊണ്ട് വന്ന്, ഇപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് കൺട്രോൾഡാക്കി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടാതെ നോക്കാം. പക്ഷെ കൂടുതലും മറ്റു രോഗങ്ങളും ഉള്ളവർക്കൊക്കെ ഇതും കൂടെ ഉണ്ടെങ്കിലേ പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. രക്തക്കുഴലുകളെ എടുത്തു മാറ്റാനായും ചുരുക്കിക്കളയാനായും പലതരം ഓപ്പറേഷൻ രീതികളുണ്ട്. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, അതിലെ അപകട സാധ്യതകളെയും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സംബന്ധമായും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യതയുണ്ടാകും എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയരാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുൻപ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളികളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം.
വെരിക്കോസ് വെയിൻ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിത വണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും ഇമ്മ്യൂണിറ്റിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൻ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിൽ എത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിലേക്കും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണങ്ങളുടെ എന്ത് ബെനിഫിറ്റാണ് വരുന്നതെന്നുള്ളതാണ്. ബേസിക്കലി പല പേഷ്യൻസും നമ്മൾ കൂടുതൽ ചെറിയതായിട്ടുള്ളവരൊക്കെ മറ്റുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് വരുമ്പോൾ ചെറിയ വെരിക്കോസ് വെയിനുകളും അല്ലെങ്കിൽ സ്റ്റേജ് 1ഉം 2ഉം 3ഉം ഒക്കെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. ചിലർ പല പ്രാവശ്യവും ഓപ്പറേഷനുകളും ചെയ്തിട്ടുണ്ടാകും. സ്ട്രിപ്പിങ്ങും ഇതും ഒക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും ഒന്ന് റിക്കറൻറ്റ് ബ്ലീഡിങ്ങും അതുപോലെ അവിടെ എല്ലാം അത് കഴിഞ്ഞിട്ട് അൾസർ പോലെ വന്നിട്ടുള്ളവരുമായിരിക്കും. പലർക്കും ഭയങ്കര വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉള്ളവരാണ്. അപ്പം ഇതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓവർ വെയ്റ്റും കൂടെ ഉള്ളവർക്കാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട്, തീരെ അണ്ടർ വെയ്റ്റ് ഉള്ളവർക്കാണെങ്കിലും ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ നോക്കി, ഇതിപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാറ്റഗറി പെടുത്തിയാണ് നമ്മൾ ടെസ്റ്റുകൾ നമ്മൾ നോക്കി
അതിൽ നമുക്ക് പറ്റുന്ന ഫുഡ് ഏതാ, പറ്റാത്തത് ഏതാ, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണല്ലോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നത്. നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അവരുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട് നമ്മളുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ളതാണ്. അപ്പം അതിന് കാരണം നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം വെച്ചാണല്ലോ. അപ്പം അതിന് കാരണം ഒന്നെങ്കിൽ ഭക്ഷണമാകും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളോ കോസ്മെറ്റിക്സോ പോലെയുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ബോഡിയിൽ ഇടിഞ്ഞിരിക്കുന്ന കൊഴുപ്പുകളും ആകാം. നമ്മളുടെ ബോഡിയിൽ ഇടിഞ്ഞിരിക്കുന്ന കൊഴുപ്പും ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഈ കൊഴുപ്പാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം കൊഴുപ്പ്, തെറ്റിയ കൊഴുപ്പ്, അതായത് പ്രത്യേകിച്ച് omega-6 കൊഴുപ്പ്, നമ്മൾ ഈ പല ഡാൾഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റും അത് വെച്ചാണല്ലോ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് ട്രാൻസ് ഫാറ്റ് ഉണ്ടാകും, ഹൈ omega-6. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സ്, സൺഫ്ലവർ ഓയിലിൽ നിന്നൊക്കെ ഒത്തിരി omega-6 കൂടുതലായിരിക്കും. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പം ബേസിക്കലി ഈ രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളിലാണ് ഇത് പെടുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതാണ് ഈ omega-6 കൂടുതലുള്ള ഫുഡെല്ലാം. അതുപോലെ ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ടോക്സിൻസ് ആയിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ്. ഇതൊക്കെയാണ് ഈ രോഗത്തിന് കാരണമാണ്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കാനും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മളുടെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള, പ്രത്യേകിച്ച് ഇൻട്രാഅബ്ഡോമിനൽ പ്രഷറാണല്ലോ കുറയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് എക്സസൈസ് ഉണ്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോഴാണേലും അല്ലാത്തപ്പോഴും, നമ്മൾ സാധാരണ ജോലികൾക്കാണേലും, ഈവൻ നമ്മൾ ടോയ്ലറ്റ് മല വിസർജന സമയത്താണെങ്കിലും നമ്മൾ ബ്രീത്തിങ് അതായത് നമ്മൾ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്സുകൾ ഒഴിവാക്കണം. അതായത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചിട്ടല്ലാത്ത രീതിയിൽ ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും മിക്കവാറും എല്ലാ പേഷ്യൻസിൻ്റെയും തന്നെ ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്നതൊക്കെ ഉണങ്ങുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു പ്രത്യേകതയും കൂടെ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം ഉണങ്ങി ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാം വെയിറ്റ് കുറഞ്ഞു, മുറിവുണങ്ങി, വെരിക്കോസിൻ്റെ കംപ്ലൈൻറ്റും എല്ലാം മാറി. ഇപ്പം ഞാൻ ഈ കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള ലേറ്റ് സ്റ്റേജിലുള്ളവരാണല്ലോ ഈ അൾസറും ഒക്കെ ഉള്ളവർ, അവരുടെ കാര്യമാണ് ഞാൻ കൂടുതൽ പറയുന്നത്. മറ്റുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റേജ് 1ഉം 2ഉം ഒക്കെ ഫാസ്റ്റായിട്ട് തന്നെ റിലീഫ് കിട്ടും. ഇവർക്കാണെങ്കിൽ പിന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം മാറിയല്ലോ, ഇനിയിപ്പം ഭക്ഷണമൊക്കെ തെറ്റിക്കാൻ തുടങ്ങും. അതായത് അവർ തെറ്റിയ ഭക്ഷണങ്ങൾ, അതായത് അവർക്ക് പറ്റാത്തതാണെന്ന് കണ്ടുപിടിച്ച്, ഫോർ എക്സാമ്പിൾ പാല് അവർക്ക് പറ്റുന്നതല്ലെങ്കിൽ അത് വീണ്ടും കഴിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് പൊട്ടുന്നത് വരെ. അപ്പം മറ്റുള്ള ആർത്രൈറ്റിസും, അതായത് മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടല്ലോ, ഈ നമുക്ക് പെട്ടെന്ന് സിംറ്റംസ് കാണിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതിനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൻ്റെ ഇഫക്റ്റ് കിട്ടും. പക്ഷെ ഇതിന് ചിലപ്പം കുറച്ചും കൂടി താമസം വന്നിരിക്കും, പൊട്ടി അതിലേക്കൊക്കെ വരാൻ കുറച്ചും കൂടി താമസം വരും. അപ്പം നമ്മൾ ഒരു മാസമൊക്കെ തെറ്റിച്ച് കഴിയുമ്പോഴേക്കായിരിക്കും വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഡിലേഡ് ഇമ്മ്യൂൺ റിയാക്ഷൻ പോലെയാണ് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തെറ്റായ ഭക്ഷണ രീതികൾ വരാൻ പാടില്ല. പിന്നെ വീണ്ടും പ്രഷർ കൂടിയോ, ഇൻട്രാഅബ്ഡോമിനൽ പ്രഷർ കൂടുന്നത് പോലെ ഫാറ്റ് അടിഞ്ഞു കൂടാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രശ്നമൊന്നും ഇല്ലാതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഇത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലർക്കും ഇത്തരം ഒരു രോഗത്തിന് വേണ്ടി ആയിരിക്കുകയല്ലോ വരുന്നത്. ഈ രോഗമുള്ളവർക്ക് ചിലപ്പോൾ എക്സിമ ഉണ്ടാകും, അല്ലെങ്കിൽ സോറിയാസിസ് ഉണ്ടാകും, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകും. പലപ്പോഴും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടാവും. അത് തുടക്കമേ ഉണ്ടാവുള്ളൂ, അങ്ങേറ്റം എത്തുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളല്ലോ. അതുപോലെ ഡയബറ്റീസോ ഹൈപ്പർടെൻഷനോ എന്ത് രോഗം ഉണ്ടെങ്കിലും ഈ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും മിക്കവാറും മന്ത് നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും കൂടെ പറ്റും. അപ്പം നമ്മൾ വെരിക്കോസ് വെയിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വെരിക്കോസ് വെയിൻ മാത്രമല്ല മാറുന്നത്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഹോൾ ബോഡിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനെല്ലാം ആശ്വാസം കിട്ടുന്നതായിട്ടും കൂടെയാണ് കാണുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള
അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.